ലച്ചു, നിന്റെ അടുത്ത് ഞാൻ ഒറ്റ കാര്യം ചോദിക്കുന്നുള്ളൂ. ഞാൻ ദുബായിലായിരുന്ന സമയത്ത് അമ്മ ഇതുപോലെ നിന്നെ കരയിപ്പിച്ചിട്ടുണ്ടോ? പറ ലച്ചു, നീ കൃത്യമായിട്ട് എന്റെ അടുത്ത് പറയണം. അമ്മ നിന്നെ നേരത്തെ കരയിപ്പിച്ചിട്ടുണ്ടോ ഇല്ലയോ? ഒരു തവണ. പക്ഷെ അത് നീ വിചാരിക്കുന്ന പോലെ അല്ല. അമ്മയ്ക്ക് ഞാൻ എന്ന് പറഞ്ഞ ജീവനാണ്. എനിക്ക് എന്റെ അമ്മയുടെ സ്വഭാവം നല്ല കൃത്യമായിട്ട് അറിയാം. കോളേജിൽ ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വരെ മടല് വെട്ടിയിട്ട് എന്നെ പുറത്തിട്ട് അടിക്കുമായിരുന്നു. ഇന്നെന്താണ് ഞാൻ എന്റെ അമ്മയുടെ രണ്ട് വാക്ക് സംസാരിച്ചിട്ടേ ഉള്ളൂ. അളിയനെ തല്ലിയിട്ടുണ്ടെങ്കിൽ അളിയന്റെ കയ്യിരിപ്പിന്റെ കൂടുതൽ കാരണം കണ്ടായിരിക്കും. അളിയേടാ, ഞാൻ നല്ല ഡീസന്റ് ആയിരുന്നടാ. അപ്പൊ അത് പിന്നെ ഒരു ദിവസം ഞാൻ രാവിലെ എണീറ്റിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല. അപ്പൊ അമ്മ ചോദിച്ചു എന്താ കഴിക്കാത്തേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ട് കഴിച്ചോളാന്ന് പറഞ്ഞു. അപ്പൊ സമയം 9 10 11 12 കഴിക്കാത്തപ്പോ ആരാണെങ്കിലും വഴക്ക് പറയില്ലേ? ഇപ്പൊ ഇവള് കഴിക്കാതിരിക്കുമ്പോ നമ്മൾ വഴക്ക് പറയില്ലേ? അതുപോലെയാണ് അമ്മ എന്നെ ചീത്ത പറഞ്ഞത്, അല്ലാതെ വേറൊന്നുമല്ല. ഭക്ഷണം കഴിക്കാത്തതിന്റെ പേരില് എന്റെ അമ്മ എന്റെ ലച്ചൂസിനെ വഴക്ക് പറഞ്ഞിരിക്കുന്നു. കഷ്ടമാണ് എന്റെ അമ്മയുടെ അവസ്ഥ. അളിയന്റെ അവസ്ഥയാണ് ഇവിടെ കഷ്ടം. ഞാൻ ഈ കാണിക്കുന്നതൊക്കെ കണ്ടിട്ടേ നിങ്ങൾക്ക് ചിലപ്പോ ഓവറായിട്ടൊക്കെ തോന്നുന്നുണ്ടോ? അതെന്തുകൊണ്ടാന്നറിയോ? ഇവളോടുള്ള സ്നേഹം കൊണ്ടോ? ഇവളുടെ ആട്ടും തുപ്പും കേട്ട് വെറും പട്ടിയെ പോലെ ഇവളുടെ പുറകെ നടക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? അത് ഇവളോടുള്ള സ്നേഹം കൊണ്ടോ? ഞാൻ എന്താണ് ഈ നമ്മുടെ അടുത്ത് രണ്ടു വാക്ക് സംസാരിച്ചിരിക്കും. അതും ചേച്ചിയോടുള്ള സ്നേഹം കൊണ്ടായിരിക്കും. സിദ്ധു, സംസാരത്തിന്റെ ആവശ്യമൊന്നുമില്ല. അത് നീ വിട്ടുകള. എന്തിനാണ് ഈ ചെറിയ ചെറിയ കാര്യത്തിലൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നത്? നിനക്ക് എന്റെ അടുത്തുള്ള സ്നേഹം എനിക്ക് മനസ്സിലായി. സിദ്ധുവേ, അമ്മ നമ്മളെല്ലാം സ്വന്തം മക്കളെ പോലെ കണ്ടാണ് സ്നേഹിക്കണേ. നീ ആവശ്യമില്ലാതെ അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കാതെ. ஆமா சித்து, குழுப்பழுத்து அம்மா வந்து ரொம்ப பாவம். எப்பவுமே என்ன கனகம் கனகம் சொல்லி பின்னாடி வருவாங்க. ஒரு வேலை கூட இது வரைக்கும் செய்ய அனுப்பவே இல்லை. ஒரு நாளைக்கு நான் வந்து காய்கறி அறியலாமா கேட்டு கத்தி எடுத்த அவ்வளவுதான் வந்து ஒரு அடி அடிச்சாங்க. ஆமா, அது பாசத்தினாலப்பா. എന്റെ അമ്മ ആന്റിനെ അടിച്ചോ? ஆமா, എന്റെ അമ്മ ആന്റിനെ അടിച്ചോ? ഇത് ചോദിക്കണം. ഇതിപ്പോ രണ്ട് വിഷയമായിട്ടുണ്ട് ചോദിക്കാൻ വേണ്ടി. ഇതങ്ങനല്ല സംഭവം. അളിയന്റെ അമ്മയ്ക്ക് നമ്മളെന്ന് പറഞ്ഞാൽ ജീവനാണ്. ഞാൻ അവിടെ വീട്ടിൽ ചെല്ലുമ്പോ എപ്പോ പോയാലും അമ്മ എന്നെ മാർക്കറ്റിൽ പോയി നല്ല വലിയ മീൻ നോക്കി മേടിച്ചോണ്ട് വന്ന് അതിന്റെ തല തന്നെ കറി വെച്ചേരും. നല്ല സൂപ്പർ സ്വയംഭം തലക്കറി. ഈയിടയ്ക്ക് ഞാൻ പോയപ്പോ മട്ടൻ മേടിച്ചോളിയോ. മട്ടൻ എന്ന് പറഞ്ഞ എല്ലായിടത്തും ഇങ്ങോട്ട് ഊരി ഇങ്ങോട്ട് എടുക്കുമ്പോ അകത്തെ ചതയും പുറത്തെ ചതയും എല്ലാം കൂടെ വന്നിട്ട് സൂപ്പർ സാധനമായിരുന്നു. പിന്നെ കൊല ഇവിടെ സീരിയസ് ആയിട്ട് ഒരു കാര്യം സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് അവന്റെ തലക്കറി. അളിയൻ കുഴപ്പമില്ലാത്ത അമ്മ ഒന്നും പറയണ്ട. അളിയൻ ഇനി ചേച്ചിയുടെ പേര് അവിടെ പോയി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചിക്കല്ലേ ഇത് മോശം? ചേച്ചിക്ക് അല്ലെങ്കിൽ തന്നെ അവിടെ നല്ല പേരില്ല. അമ്മ പറയുന്ന വാക്കും കേട്ടിട്ടെ ഭാര്യനെ പോയി വഴക്കിടുന്ന ഒരു മണകുണാന്തം ഭർത്താവല്ല ഞാൻ എന്താണേലും പോയി ചോദിക്കോളിയാ. അളിയാ വിടളിയാ പോട്ട്, വിഷയമില്ല. വെറും സിമ്പിൾ കേസ് വിട്ടേക്കിതങ്ങ്. അത് തന്നെ വിട്ട് കാണാൻ സിദ്ധു. എന്തോന്നത്? അത് തന്നെ. സിദ്ധു പോണ്ട. സിദ്ധു போகாத சித்து. അളിയ പോണ്ടേ, വിട്ടേക്ക് പോട്ട്. ശരി, ഞാൻ പോകുന്നില്ല. പക്ഷെ അമ്മയുടെ അടുത്തേ ഒന്നും പറയാതിരുന്നു കഴിഞ്ഞാൽ ശരിയാവത്തില്ലല്ലോ. സിദ്ധു എന്ത് ചെയ്യാൻ പോണ്? ഞാൻ ഫോൺ വിളിക്കട്ടെ. ആരെ? അമ്മേനെ. അതിന്റെ ആവശ്യമൊന്നുമില്ല. കളിക്കല്ലേ സിദ്ധു. എനിക്ക് മനസ്സമാനത്തോടെ ജീവിക്കണം. എന്താ പറഞ്ഞേ? മനസ്സമാധാനത്തോടെ നിനക്ക് ജീവിക്കണമെന്നല്ലേ? അപ്പൊ അതിന്റെ അർത്ഥം എന്തുവാണ്? ഞാനിപ്പൊ വിളിച്ച് എന്റെ അമ്മയുടെ അടുത്ത് കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അമ്മ നിന്നെ വിളിച്ച് നിന്റെ തല തിന്നുന്നല്ലേ? എനിക്ക് കുറെ കാര്യങ്ങൾ ഇപ്പോഴാ ക്ലിയർ ആയത്. ഞാൻ ദുബായിലായിരുന്ന സമയത്ത് പല സംഭവങ്ങൾ ഇതുപോലെ നടന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും നിങ്ങൾ എന്നെ അറിയിച്ചിട്ടില്ല. ഞാൻ കാണിച്ചു തരാം. ഫോണിൽ എന്റെ പൊന്നളിയ എന്തോന്നത്? അളിയ എന്തിനാണ് ചുമ്മാ ആവശ്യമില്ലാതെ എഴുതാപ്പുറം വായിക്കണത്? ഇപ്പൊ ഇവിടെ നിലവില് ഒരു പൊട്ടാസേ പൊട്ടിട്ടുള്ളൂ. അളിയ അതിന്റെ ഇടയിൽ കൂടി ഇനി മാലപ്പടക്കം ഇട്ട് പൊട്ടിക്കല്ലേ? ഇപ്പൊ ഞാനാണല്ലോ ഇവിടെ മാലപ്പടക്കം പൊട്ടിക്കുന്നത്. എടാ, ഇവിടെ എന്റെ അമ്മയുടെ ഉപയോഗം ഒരു അടിമയെ പോലെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. എടാ, ഇനി എന്തൊരു തേങ്ങ പറയണത്? ഇവളുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ വീഴുന്ന പോലും എനിക്ക് സഹിക്കത്തില്ല. എന്തിനയ്യേ?